ഹലോ, വെൽക്കം ടു ഓൾ. എല്ലാവർക്കും ഹെമറ്റോളജി ആൻഡ് ക്ലിനിക്കൽ പത്തോളജി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതാണ് മൈക്രോസ്കോപ്പിൻ്റെ മെക്കാനിക്കൽ പാർട്സ് എന്ന് പഠിച്ചു. എന്തൊക്കെയായിരുന്നു മെക്കാനിക്കൽ പാർട്സ്, എന്തിനു വേണ്ടിയിട്ടായിരുന്നു മെക്കാനിക്കൽ പാർട്സ് യൂസ് ചെയ്തിരുന്നത്? അതെ, അതിൻ്റെ മെക്കാനിസംസ് ചെയ്യാനുള്ള അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് കുറേ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള പാർട്സാണ് മെയിനായിട്ട് മെക്കാനിക്കൽ പാർട്സ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ഫൂട്ട്, ആം, അഡ്ജസ്റ്റ്മെൻറ്റ് സ്ക്രൂസ് ഇതൊക്കെ പഠിച്ചു അല്ലേ. നമുക്ക് എന്തൊക്കെയാണ് ഒപ്റ്റിക്കൽ പാർട്സ് എന്ന് നോക്കാം. ഒപ്റ്റിക്കൽ പാർട്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് പോലെ തന്നെ എന്താണ് അത് ഇതിൽ ലെൻസ് സിസ്റ്റമാണ് ഇരിക്കുന്നത്. ലെൻസ് സിസ്റ്റത്തിനെ കുറിച്ചാണ് ഈ ഒപ്റ്റിക്കൽ പാർട്സിൽ പറയുന്നത്. മൈക്രോസ്കോപ്പിൽ യൂസ് ചെയ്യുന്ന ലെൻസ് സിസ്റ്റം, മൈക്രോസ്കോപ്പിൻ്റെ ഏതൊക്കെ പാർട്സിലാണ് ലെൻസ് യൂസ് ചെയ്യുന്നത്, അതാണ് നമുക്ക് ഒപ്റ്റിക്കൽ പാർട്സിൽ പഠിക്കാനുള്ളത്. ഓക്കെ, എന്താണെന്ന് നോക്കാം. ഒപ്റ്റിക്കൽ പാർട്സ് ഓഫ് എ മൈക്രോസ്കോപ്പ്: സ്മോൾ മാഗ്നിഫൈങ് ലെൻസ്, ഐ പീസ് ലെൻസ്. ഒരു ഐ പീസ് ലെൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു മൈക്രോസ്കോപ്പിനെ കാണുവാണെങ്കിൽ അതിന് നമ്മൾ ഒബ്ജക്റ്റിനെ കാണാൻ വേണ്ടി നമ്മൾ നോക്കൂലേ, ഈ സ്പേസിനെയാണ് ഈ ഐ പീസ് ലെൻസ് എന്ന്. നമ്മുടെ കണ്ണ് വെച്ച് നമ്മൾ നോക്കുമ്പോൾ ആ കണ്ണ് വയ്ക്കുന്ന സ്പേസ്, അതാണ് ഐ പീസ് ലെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ലോവർ എൻഡ് ഓഫ് ദ ബോഡി ട്യൂബ് ദർ ഈസ് എ റിവോൾവിംഗ് ഡിസ്ക് നോൺ ആസ് നോസ് പീസ്. നമ്മുടെ ബോഡി ട്യൂബിൻ്റെ എൻഡിലായിട്ട്, ബോഡി ട്യൂബിന് താഴെയായിട്ട് ഒരു റിവോൾവിംഗ് നോസ് പീസ് ഉണ്ട്. എന്താണ് ഈ റിവോൾവിംഗ് നോസ് പീസ്? റിവോൾവിംഗ് നോസ് പീസ് എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്ക് പോലെ സ്ഥിതി ചെയ്യുന്നു. ഇതിൽ 3 ഒബ്ജക്റ്റീവ് ലെൻസസ് സ്ഥിതി ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ഒബ്ജക്ട്സിൻ്റെ അറേഞ്ച്മെൻറ്റ്സിനനുസരിച്ച്, ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ അതിൽ മൈക്രോസ്കോപ്പിലൂടെ കാണാൻ വയ്ക്കുന്നത് എന്തോ അതാണ് ഒബ്ജക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ഒബ്ജക്ട്സിനെ കാണാൻ വേണ്ടി പല ടൈപ്പിൽ നമുക്ക് ലെൻസസ് യൂസ് ചെയ്യാം. ലോ പവർ യൂസ് ചെയ്യാം, ഹൈ പവർ യൂസ് ചെയ്യാം, ഇലുമിനേഷൻ യൂസ് ചെയ്യാം. ഏതോ ആയിക്കോട്ടെ, അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഈ ഡിസ്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിനെങ്ങനെ കറക്കി തിരിച്ചെടുത്ത് നമുക്ക് നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റ്സിനനുസരിച്ച് വയ്ക്കാൻ കഴിയും. ഇതാണ് റിവോൾവിംഗ് നോസ് പീസ് എന്ന് പറഞ്ഞാൽ. നമുക്ക് തിരിക്കാൻ കഴിയുന്നത് കാരണമാണ് അതിനെ റിവോൾവിംഗ് നോസ് പീസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, 3 ടൈപ്സ് ഓഫ് ഒബ്ജക്റ്റീവ് ലെൻസസ്, 3 ടൈപ്പിൽ ഒബ്ജക്റ്റീവ് ലെൻസസ് ഉണ്ട് നമുക്ക്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ലോ പവർ, 10x ആണ് അതിൻ്റെ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ ഹൈ പവർ 45x, പിന്നെ ഇലുമിനേഷൻ 100x. ഓക്കെ, ഇനി നമുക്ക് എന്താണ് കണ്ടൻസർ, എവിടെയാണ് കണ്ടൻസർ എന്ന് നോക്കാം. കണ്ടൻസർ വിത്ത് എ സ്ക്രൂ അറ്റ് ഇറ്റ് സൈഡ് ഫോർ ദ പ്രോപ്പർ മൂവ്മെൻറ്റ് ഓഫ് റൈസിങ് ആൻഡ് ലോവറിങ്. അതെ, കണ്ടൻസറിന് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സ്ക്രൂ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ അതിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ മോഷൻ, അതിനെ മുകളിലേക്ക് പൊക്കാനും താഴേക്ക് അതുപോലെ കൊണ്ടുവരാനും ഉള്ളതാണ് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് സ്ക്രൂ. ദെൻ ഐറിസ് ഡയഫ്രം. എന്താണ് ഐറിസ് ഡയഫ്രം? ജസ്റ്റ് ബിലോ ദ കണ്ടൻസർ, കണ്ടൻസറിന് തൊട്ട് താഴെ കാണുന്നതാണ് ഐറിസ് ഡയഫ്രം. ദെൻ മിറർ എന്ന് പറഞ്ഞാൽ പ്ലേസ്ഡ് നെസസറി മൂവ്മെൻറ്റ് ഓഫ് ലൈറ്റ്. നമ്മുടെ ലൈറ്റിൻ്റെ എവിടെന്നെങ്കിലും നമുക്ക് കിട്ടുന്ന സൺലൈറ്റിൽ നിന്ന് ലൈറ്റിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മിറർ യൂസ് ചെയ്യുന്നത്. ഇലക്ട്രിക്കൽ മൈക്രോസ്കോപ്പിലൊക്കെ ആണെങ്കിൽ അതിൽ ബൾബ് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ലൈറ്റിനെ ഇങ്ങനെ പിടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ സൺലൈറ്റിൽ നിന്നാണ് നമ്മൾ ലൈറ്റിനെ എടുക്കുന്നത് എങ്കിൽ ഇപ്പോൾ നമുക്ക് മിററിൻ്റെ ആവശ്യമുണ്ട്. ഓക്കെ, എന്താണ് കണ്ടൻസർ എന്ന് നോക്കാം. കണ്ടൻസർ കോൺസെൻട്രേറ്റ് ലൈറ്റ് ഫ്രം ദ ഇലുമിനേറ്റിംഗ് സോഴ്സ്. കണ്ടൻസറാണ് നമുക്ക് ഇലുമിനേറ്റിംഗ് സോഴ്സിൽ നിന്ന് ലൈറ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് തരുന്നത്. ഒരു ഇലുമിനേറ്റിംഗ് സോഴ്സ് എന്ന് പറഞ്ഞാൽ സൺലൈറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എൻ്റെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തിട്ട് വരുന്ന ബൾബിൽ നിന്നായിക്കോട്ടെ, നമുക്ക് ലൈറ്റിനെ കിട്ടി. ഈ ലൈറ്റിനെ എന്താണ് കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മുടെ ഒബ്ജക്റ്റിലേക്ക് എത്തിക്കുന്നത് കണ്ടൻസറാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഐറിസ് ഡയഫ്രം. ഐറിസ് ഡയഫ്രം എന്ന് പറഞ്ഞാൽ ഇത് ലൈറ്റിനെ കൺട്രോൾ ചെയ്യാനാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ മുന്നേ പറഞ്ഞല്ലോ, കണ്ടൻസർ ഇലുമിനേറ്റിംഗ് ലൈറ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ഈ കോൺസെൻട്രേറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ലൈറ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഐറിസ് ഡയഫ്രം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, ദെൻ മിറർ
എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പ്ലെയിൻ ഓർ കോൺകേവ് റിഫ്ലക്റ്റ് ലൈറ്റ് ടു കണ്ടൻസർ. മിറർ പ്ലെയിനും ഉണ്ടായിരിക്കാം കോൺകേവും ഉണ്ടായിരിക്കാം. പ്ലെയിൻ മിററുണ്ട് കോൺകേവ് മിററുണ്ട്. മിറർ എന്തിനാന്ന് വെച്ചാൽ റിഫ്ലക്റ്റ് ലൈറ്റ് ടു കണ്ടൻസർ. നമ്മൾ പറഞ്ഞു കണ്ടൻസർ എന്നാൽ കോൺസെൻട്രേറ്റ് ലൈറ്റ് ഫ്രം ദ ഇലുമിനേറ്റിംഗ് സോഴ്സ്. ഈ ഇലുമിനേറ്റിംഗ് സോഴ്സായിട്ട് നമ്മുടെ സൺലൈറ്റ് ആക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അതൊരു മിററിലേക്കാണ് നമ്മൾ ആ ലൈറ്റിനെ പിടിച്ചെടുക്കുക. അപ്പോൾ ഈ മിറർ നമ്മുടെ ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ് മാഗ്നിഫിക്കേഷൻ എന്ന് നോക്കാം. മാഗ്നിഫിക്കേഷനിൽ നമുക്ക് പഠിക്കാനുള്ളത് ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ മാഗ്നിഫിക്കേഷനും പഠിക്കാനുണ്ട്, ഐ പീസ് ലെൻസിൻ്റെ മാഗ്നിഫിക്കേഷനും പഠിക്കാനുണ്ട്. അതായത് അതിൽ എന്ത് പവറുള്ള ലെൻസസ് ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ മാഗ്നിഫിക്കേഷൻ കൊണ്ട് നമ്മൾ മാഗ്നിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലെൻസ് സിസ്റ്റം ഏതാണ്, അല്ലെങ്കിൽ അതിൻ്റെ മാഗ്നിഫിക്കേഷൻ എത്രയാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പവർ ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് 10x, 45x, 100x. അതിപ്പോൾ നമ്മൾ മുന്നേ പഠിച്ചു. അതായത് ലോ പവർ, ഹൈ പവർ, ഓയിൽ ഇമേഷൻ. ഓക്കെ, ഇനി ഐ പീസ് ലെൻസിൻ്റെ നമ്മൾ ആദ്യം പറഞ്ഞു ബോഡി ട്യൂബിന് മുകളിൽ കാണുന്നതാണ് ഐ പീസ് അല്ലേ. നമ്മൾ നോക്കുന്നത് ഈ ഐ പീസിലൂടെയാണ്. അപ്പോൾ ഈ ഐ പീസിൽ നമുക്ക് 3 ടൈപ്പിലുള്ള മാഗ്നിഫിക്കേഷൻ പഠിക്കാനുണ്ട്. ഇത് നമുക്ക് 5x, 10x, 15x എന്ന് പറയാം. ഓക്കെ, 5x, 10x, 15x ഇങ്ങനെ 3 മാഗ്നിഫിക്കേഷനിലാണ് ഐ പീസ് ലെൻസ് സ്ഥിതി ചെയ്യുന്നത്. ഇനി എന്താണ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് എ മൈക്രോസ്കോപ്പ്? മൈക്രോസ്കോപ്പിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് ലോ പവർ എങ്ങനെ ചെയ്യാം. ലോ പവറിൽ ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് നമുക്ക് ലോ പവർ ഇമേജിൽ കാണണം. അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ മൈക്രോസ്കോപ്പിനെ എങ്ങനെ ക്രമീകരിക്കണം എന്നുള്ളതാണ് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് എ മൈക്രോസ്കോപ്പിൽ പറയുന്നത്. ഓക്കെ, ലോ പവർ ആണെങ്കിൽ നമ്മൾ ആദ്യം പ്ലേസ് ദ ലോ പവർ ഒബ്ജക്റ്റീവ് ഇൻ പൊസിഷൻ. ആദ്യം ലോ പവർ ഒബ്ജക്റ്റീവിനെ പൊസിഷനിൽ വയ്ക്കുക. അതായത് ഒബ്ജക്റ്റീവ് ലെൻസസിലുള്ള ഒബ്ജക്റ്റീവ്സിലുള്ള 10x എന്ന് പറഞ്ഞ ആ ലെൻസിനെ എടുത്ത് ഫോക്കസിൽ വയ്ക്കുക, പൊസിഷനിലേക്ക് വയ്ക്കുക. റിവോൾവിങ് നോസ് പീസ് തിരിച്ചാൽ നമുക്ക് പൊസിഷനിൽ വയ്ക്കാൻ കഴിയും. ദെൻ നെക്സ്റ്റ് പോയിൻ്റ്, കണ്ടൻസർ ഈസ് ലോവേർഡ്, ഐറിസ് ഡയഫ്രം ഈസ് ഹാഫ് ഓപ്പൺഡ്. കണ്ടൻസർ നന്നായിട്ട് താഴ്ത്തി വയ്ക്കുക. നമ്മൾ നേരത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് സ്ക്രൂസ് പറഞ്ഞു. ഇതിൽ കണ്ടൻസറിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് സ്ക്രൂസിൽ പിടിച്ച് അതിനെ നന്നായിട്ട് ലോവറിങ് ചെയ്യിച്ച് വയ്ക്കുക. അതുപോലെ ഐറിസ് ഡയഫ്രം പകുതി ഓപ്പണാക്കി വയ്ക്കുക, പകുതി തുറന്ന് വയ്ക്കുക. കണ്ടൻസർ നന്നായിട്ട് താഴേക്ക് സ്ക്രൂ താഴേക്ക് ഇറക്കി വയ്ക്കുക. ഐറിസ് ഡയഫ്രം പകുതി തുറന്ന് വയ്ക്കുക. ദെൻ കോൺകേവ് മിറർ ഈസ് ടേൺഡ് ടുവാർഡ്സ് ദ സോഴ്സ് ഓഫ് ലൈറ്റ്. കോൺകേവ് മിററാണ് നമ്മൾ ഈ 10x പവർ അല്ലെങ്കിൽ ലോ പവറിന് വേണ്ടി സെറ്റ് ചെയ്യുക. കോൺകേവ് മിററിനെ എടുത്ത പൊസിഷനിൽ വെച്ച് ഇത് ലൈറ്റ് വരുന്ന പൊസിഷനിലേക്ക് കറക്റ്റ് അങ്ങനെ ചിരിച്ചിങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ലൈറ്റിനെ ഈ കോൺകേവ് മിററിൽ തട്ടി നമുക്ക് ഐറിസ് ഡയഫ്രം കണ്ടൻസറും നമ്മുടെ ലൈറ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. എന്നിട്ട് നമുക്ക് ഒബ്ജക്റ്റിനെ ഐ പീസിലൂടെ കാണാൻ കഴിയും. ദെൻ സെക്കൻഡ്, ഹൈ പവർ. പ്ലേസ് ദ ഹൈ പവർ ഒബ്ജക്റ്റീവ് ഇൻ പൊസിഷൻ. ഹൈ പവർ ഒബ്ജക്റ്റീവിനെ പൊസിഷനിൽ വെക്കുക. അതാണ് ഫസ്റ്റ് പോയിൻ്റ്. നമ്മുടെ റിവോൾവിങ് നോസ് പീസ് തിരിച്ച് ഹൈ പവർ ഒബ്ജക്റ്റീവ്, അതായത് 45x ആ ഇമേജിലുള്ള നമ്മുടെ ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ പൊസിഷനിൽ വയ്ക്കുക. ദെൻ കണ്ടൻസർ ഈസ് ഹാഫ് റൈസ്ഡ്. കണ്ടൻസർ പകുതി പൊക്കി വയ്ക്കുക. അതുപോലെ ഐറിസ് ഡയഫ്രം 3/4 ഓപ്പൺ ആക്കി വയ്ക്കുക. 3/4 എന്ന് പറഞ്ഞാൽ 1/4 ഭാഗം ഓപ്പൺ ആക്കിയിട്ട് വയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ് പോയിൻ്റ്, കോൺകേവ് ഓർ പ്ലെയിൻ മിറർ ഈസ് ടേൺഡ് ടുവാർഡ്സ് ദ ലൈറ്റ്. ഒന്നില്ലെങ്കിൽ കോൺകേവ് മിറർ അല്ലെങ്കിൽ പ്ലെയിൻ മിററിനെ എടുത്ത് ലൈറ്റിന് നേരെ വയ്ക്കുക. ഓക്കെ, ഇതാണ് ഹൈപ്പർ ഒബ്ജക്റ്റീവിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോൺകേവ് മിററിൽ അല്ലെങ്കിൽ പ്ലെയിൻ മിറർ ലൈറ്റിനെ പിടിച്ച് നമുക്ക് തരും. എന്നിട്ട് ഈ കൊണ്ടുവന്ന ലൈറ്റിനെ കണ്ടൻസർ
കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഐറിസ് ഡയഫ്രം അതിനെ ലൈറ്റിനെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യും. എന്നിട്ട് നമുക്ക് ഹൈ പവറിലൂടെ ഒബ്ജക്റ്റിനെ കാണാൻ കഴിയും. ഓക്കെ, നെക്സ്റ്റ് ഓയിൽ ഇമേഷൻ. ഫസ്റ്റ് പോയിൻ്റ്, പ്ലേസ് ദ ഒബ്ജക്റ്റീവ് ലെൻസ് ഇൻ പൊസിഷൻ. ആദ്യം ഓയിൽ ഇമേഷൻ്റെ ഒബ്ജക്റ്റീവ് ലെൻസായ 100x എടുത്ത് പൊസിഷനിൽ വയ്ക്കുക. ദെൻ നെക്സ്റ്റ് പോയിൻ്റ്, കണ്ടൻസർ ഈസ് ഫുള്ളി റൈസ്ഡ്. കണ്ടൻസറിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് സ്ക്രൂ നന്നായിട്ട് പൊക്കി വയ്ക്കുക. അതുപോലെ ഐറിസ് ഡയഫ്രം ഫുള്ളി ഓപ്പൺഡ് ആക്കി വയ്ക്കുക, മൊത്തത്തിൽ തുറന്ന് വയ്ക്കുക. ദെൻ നെക്സ്റ്റ് പോയിൻ്റ്, ദെൻ ദ പ്ലെയിൻ മിറർ ടു ദ ലൈറ്റ് സോഴ്സ്. പ്ലേസ് 1 drop ഓഫ് ഓയിൽ ഇമേഷൻ. പാരഫിൻ, സിഡാർ, വുഡ് ഓയിൽ ഈസ് യൂസ്ഡ്. ഓക്കെ, പ്ലെയിൻ മിററാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. ലൈറ്റ് സോഴ്സിന് നേരെ എടുത്ത് വയ്ക്കുക. അതുപോലെ ഒരു ഡ്രോപ്പ് ഓയിൽ നമ്മുടെ ഒബ്ജക്ട്സിൻ്റെ സ്ലൈഡിലാണല്ലോ നമ്മൾ ഒബ്ജക്ട്സ് എടുക്കുക, അതിന് മുകളിലായിട്ട് ഒഴിക്കുക. ഈ ഒരു ഡ്രോപ്പ് ഓയിലായിട്ട് യൂസ് ചെയ്യുന്നത് ഒന്നുമില്ലെങ്കിൽ സിഡാർ വുഡ് ഓയിൽ അല്ലെങ്കിൽ പാരഫിൻ, ഇത് രണ്ടുമാണ് ഓയിലായിട്ട് യൂസ് ചെയ്യുക. എന്നിട്ട് ഈ 100x മൈക്രോസ്കോപ്പിലൂടെ നോക്കാം. അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഓയിലിൻ്റെ പ്രസൻസിൽ പ്ലെയിൻ മിററിൽ നമുക്ക് ലൈറ്റിനെ കിട്ടും. എന്നിട്ട് കണ്ടൻസർ വഴി നമുക്ക് നമ്മുടെ ഒബ്ജക്റ്റീവ് ലെൻസ് സെറ്റ് ചെയ്തതിലൂടെ വന്ന് ഐ പീസിലൂടെ നമുക്ക് ഇമേജിനെ കാണാൻ കഴിയും. ഇതാണ് നമ്മുടെ മൈക്രോസ്കോപ്പിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ. നമ്മളിപ്പോൾ ലോ പവറിൻ്റെ, ഹൈ പവറിൻ്റെ, ഓയിൽ ഇമേഷൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് പഠിച്ചത്. ഓക്കെ, ഇനി എന്താണ് കെയർ ഓഫ് എ മൈക്രോസ്കോപ്പ് എന്ന് നോക്കാം. കെയർ ഓഫ് എ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്ക് മൈക്രോസ്കോപ്പിനെ കാത്തു സൂക്ഷിക്കാം, അല്ലേ? ഒരു കേടുപാടും പറ്റാതെ എങ്ങനെ സൂക്ഷിക്കുക എന്നുള്ളതാണ് കെയർ ഓഫ് എ മൈക്രോസ്കോപ്പിൽ പറയുന്നത്. സിമ്പിളാണ് കേട്ടോ. ഫസ്റ്റ് പോയിൻ്റ്, ഓൾവേസ് കീപ് വെൽ കവേർഡ്, നോട്ട് ഇൻ യൂസ്. എപ്പോഴും മൈക്രോസ്കോപ്പിനെ കവർ ചെയ്ത് സൂക്ഷിക്കുക. നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്താണെങ്കിൽ, അല്ലാത്ത സമയങ്ങളിൽ നമ്മൾ മൈക്രോസ്കോപ്പിനെ നല്ല കവർ ചെയ്തിട്ട് സൂക്ഷിക്കുക. ദെൻ സെക്കൻഡ് പോയിൻ്റ്, ഇറ്റ് ഷുഡ് ബി പ്രൊട്ടക്റ്റഡ് ഫ്രം ഡയറക്റ്റ് സൺലൈറ്റ്. എപ്പോഴും ഇത് ഡയറക്റ്റ് സൺലൈറ്റിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കരുത്. നമ്മുടെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനെടുത്തിട്ട് കവർ ചെയ്തിട്ട് സൂക്ഷിച്ച് വയ്ക്കുക. ദെൻ തേർഡ് പോയിൻ്റ്, ഓൾവേസ് ബി പ്ലേസ്ഡ് ഇൻ എ കെയർ പ്രൊട്ടക്റ്റഡ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആൻഡ് മോയ്സ്ചർ വെൻ നോട്ട് ഇൻ യൂസ്. നമ്മൾ യൂസ് ചെയ്യാത്ത സാഹചര്യങ്ങളിൽ നമുക്ക് ഇപ്പോൾ നമ്മൾ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യണില്ലെങ്കിൽ അതിനെപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യുക. പൊടിപടലങ്ങളിൽ നിന്നും ഈർപ്പത്തിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇതൊക്കെ മൂലം അതിൻ്റെ ലെൻസ് സിസ്റ്റം തകരാറിലാവും. ഓക്കെ, നെക്സ്റ്റ് പോയിൻ്റ്, ക്ലീൻ വിത്ത് സോഫ്റ്റ് ക്ലോത്ത്. എപ്പോഴും നമ്മൾ ഒരു ക്ലീൻ സോഫ്റ്റ് ക്ലോത്ത് വെച്ചിട്ട് വേണം അതിൻ്റെ ലെൻസ് സിസ്റ്റംസൊക്കെ ഒന്ന് തുടച്ച് വയ്ക്കാനായിട്ട്. നെക്സ്റ്റ് പോയിൻ്റ്, ആൽക്കഹോൾ ഷുഡ് നോട്ട് ബി യൂസ്ഡ് ഫോർ ക്ലീനിങ് ലെൻസ്. ആൽക്കഹോൾ ഉപയോഗിച്ചിട്ട് ഇതിലെ ലെൻസ് സിസ്റ്റംസ് ഒന്നും തുടച്ച് വൃത്തിയാക്കരുത്. ആൽക്കഹോൾ യൂസ് ചെയ്താൽ നമ്മുടെ ലെൻസ് സിസ്റ്റമൊക്കെ ഡിമ്മാവും. ദെൻ നെക്സ്റ്റ് പോയിൻ്റ്, ദ ലെൻസസ് ഷുഡ് നോട്ട് ബി ടച്ച്ഡ് ബൈ ഹാൻഡ്. നമ്മുടെ ലെൻസ് സിസ്റ്റംസ്, അതായത് ഐ പീസ് ലെൻസും ഒബ്ജക്റ്റീവ് ലെൻസസും ഒന്നും നമ്മൾ കൈ വെച്ചിട്ട് തൊടാൻ പാടില്ല. തൊട്ട് കഴിഞ്ഞാൽ ലെൻസ് ഡാമേജ്ഡ് ആവും. നെക്സ്റ്റ് പോയിൻ്റ്, ആഫ്റ്റർ യൂസ് ഓയിൽ ഇമേഷൻ ഒബ്ജക്റ്റീവ് ഷുഡ് ബി ക്ലീൻഡ് വിത്ത് ടിഷ്യൂ പേപ്പർ ആൻഡ് സൈലിൻ. നമ്മളിപ്പോൾ ഓയിൽ ഇമേഷനിലൂടെയാണ് നോക്കിയതെങ്കിൽ അത് അപ്പോൾ തന്നെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ടിഷ്യൂ പേപ്പറിൽ സൈലിൻ എന്ന് പറഞ്ഞൊരു കെമിക്കലുണ്ട്. ഈ കെമിക്കൽ ആഡ് ചെയ്തിട്ട് തുടച്ച് വൃത്തിയാക്കി സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈക്രോസ്കോപ്പിൻ്റെ ലെൻസുകൾക്കൊന്നും ഒരു തകരാറും പറ്റില്ല. അങ്ങനെയൊക്കെയാണ് നമ്മൾ മൈക്രോസ്കോപ്പിനെ കെയർ ചെയ്ത് സൂക്ഷിക്കുക. ഓക്കെ, അതാണ് നമ്മുടെ ഒപ്റ്റിക്കൽ പാർട്സിൽ പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.